നമുക്കറിയാം സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് ഇന്നലെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കി. ആ പ്രോഗ്രസ് റിപ്പോർട്ട് യഥാർത്ഥത്തിൽ ഒരു സ്വയം പുകഴ്ത്തൽ റിപ്പോർട്ടാണെങ്കിലും അതിലെ വിവിധ ഭാഗങ്ങൾ വായിച്ചു നോക്കുമ്പോൾ സർക്കാർ എന്ത് ചെയ്തില്ല എന്നതാണ് ആ റിപ്പോർട്ടിലൂടെ പുറത്തു വന്നിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളെല്ലാം. ഈ ഹൈവേ തകർന്നു വീഴുന്നതിന് മുമ്പ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതുകൊണ്ട് റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദം നാഷണൽ ഹൈവേ പണിതെന്നുള്ളത്. അതിനിടയിൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ആ മുതൽ ക്ഷാ വരെയുള്ള മുഴുവൻ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റാണ്, സ്റ്റേറ്റ് ഗവൺമെന്റ് ഒരു പങ്കില്ല എന്ന് 100 സ്ഥലത്തായി ഇപ്പോൾ വിള്ളൽ വീഴുന്നു. അത് പറഞ്ഞോടുകൂടി തീർത്തു. യഥാർത്ഥത്തിൽ ഈ ഒലിച്ചു പോകുന്ന മണ്ണിൽ പണുതുയർത്തിയ നിർമ്മിതികൾ തകർന്നു വീഴുന്നത് പോലെ കാലിന്റെ അടിയിൽ നിന്നും മണ്ണ് ചോർന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ സർക്കാർ കെട്ടിപ്പൊക്കിയ വ്യാജ അവകാശവാദങ്ങളെല്ലാം നിലംപതിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. ഹൈവേ വീഴുന്നത് പോലെയാണ് സർക്കാരിന്റെ അവകാശവാദങ്ങളും പൊളിഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹൈവേയുടെ കാര്യത്തിൽ വളരെ തെറ്റായ ചില കാര്യങ്ങളാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. ഒന്ന്, UDF സർക്കാരിന്റെ കാലത്ത് ദേശീയപാതക്കാരെ അടച്ചുപൂട്ടിപ്പോയെന്നാണ്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 30 മീറ്ററിൽ പണിയണമെന്നായിരുന്നു VS അച്യുതാനന്ദന്റെ കാലത്തോട്ടുള്ള കാര്യം. അന്ന് സ്ഥലമെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞാനടക്കം കേരളത്തിലെ CPM, BJP എല്ലാ പാർട്ടികളും സമരത്തിലായിരുന്നു. കാര്യം എന്താ, 2006 സ്ഥലമെടുത്തപ്പോൾ കിട്ടിയത് 20,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ഒരു സെന്റിന്. 10 സെന്റ് സ്ഥലം ഒരാളുടെ പോയാൽ അയാൾക്ക് കിട്ടുന്നത് 2.5 ലക്ഷം. ഇൻകം ടാക്സ് കൂടി പോയാൽ കിട്ടുന്നത് 2 ലക്ഷമോ 2.25 ലക്ഷമോ. അത് വെച്ച് 1 സെന്റ് ഭൂമി മേടിക്കാൻ പറ്റില്ലായിരുന്നു. 1 സെന്റ് ഭൂമി വാങ്ങിക്കാൻ പറ്റില്ല. അത് പറ്റില്ല എന്ന് പറഞ്ഞു, സാധ്യമല്ല എന്ന് പറഞ്ഞു. 2013 UPA ഗവൺമെന്റ് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുവന്നു. അത് കൊണ്ടുവന്നതിന് ശേഷം ആദ്യം ഹൈവേ ഉണ്ടായിരുന്നില്ല, പിന്നീട് ഹൈവേ കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു. 2015 അതിന്റെ റൂൾ വന്നത്. അതോടുകൂടിയാണ് അന്ന് 20,000 25,000 കിട്ടിയ 1 സെന്റ് സ്ഥലത്തിന് ഇപ്പൊ കിട്ടിയത് 8 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം വരെ. സ്ഥലം കൊടുക്കില്ല എന്ന് പറഞ്ഞ സമരം ചെയ്ത ആളുകൾ ഞങ്ങളുടെ സ്ഥലം കൂടി എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചത് UPA ഗവൺമെന്റാണ്. എന്തുകൊണ്ടാണ് UDF ഗവൺമെന്റിന് സ്ഥലം എടുക്കാൻ പറ്റാതെ പോയത്, എന്തുകൊണ്ടാണ് ഈ ഗവൺമെന്റിന് സ്ഥലം എടുക്കാൻ പറ്റിയത് എന്നതിന്റെ വ്യത്യാസം ഇതാണ്. 20,000 രൂപയിൽ നിന്ന് 10 ലക്ഷം രൂപയിലേക്ക് കോമ്പൻസേഷൻ 1 സെന്റ് ഭൂമിയുടെ വർദ്ധിച്ചു. അതിന് UPA ഗവൺമെന്റിനോടാണ് കടപ്പെട്ടിരിക്കേണ്ടത്. യഥാർത്ഥത്തിൽ 2014 UDF ഗവൺമെന്റ് സർവകക്ഷി യോഗം ചേർന്ന് 45 മീറ്റർ വീതിയിൽ റോഡ് പണിയണം എന്ന് കേന്ദ്ര ഗവൺമെന്റിന്റെ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട്. ആ ഉത്തരവുണ്ട്. പിന്നെ പറയുന്നത് എന്താണ്, കേരള ഗവൺമെന്റ് ഞങ്ങൾ മാത്രം 5,000 കോടി രൂപ കൊടുത്തു സ്ഥലം ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് പാർലമെന്റിൽ കിട്ടിയ ഉത്തരവ് എന്റെ കയ്യിലുണ്ട്. അതൊരു സ്കീമാണ്. 2021 സെൻട്രൽ ഗവൺമെന്റ് കൊണ്ടുവന്ന സ്കീമാണ്. വാല്യൂ ക്യാപ്ചർ ഫിനാൻസ് മോഡൽ. സ്ഥലം ഏറ്റെടുക്കുന്നതിന് സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്ക് സഹായിക്കാം. സ്ഥലം ഏറ്റെടുക്കുന്നതിന് അത് പാർലമെന്റിൽ കിട്ടിയ മറുപടിയിൽ several states have contributed towards the cost of land acquisition up to 100%. 100% വരെയുള്ള ഭൂമി ഹൈവേ പണിയാൻ ഏറ്റെടുത്തു കൊടുക്കാൻ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണെന്നറിയാമോ? ബീഹാർ, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, വെസ്റ്റ് ബംഗാൾ തുടങ്ങിയ എന്റെ കയ്യിൽ മുഴുവൻ ഡീറ്റെയിൽസ് ഉണ്ട്. 100% വരെ ഭൂമി ഹൈവേ പണിയാൻ വേണ്ടി ഏറ്റെടുത്തു കൊടുത്ത വിവിധ സംസ്ഥാനങ്ങൾ ഇന്ത്യയിലുണ്ട്. അപ്പൊ ഇവിടെയാണ് ഈ 5,000 കോടി കൊടുത്തു എന്ന് പറയുന്നതിന്റെ ക്രെഡിറ്റ്. അതൊരു സ്കീമാണ്. ആ വാല്യൂ ക്യാപ്ചർ ഫിനാൻസ് അതിൽ എഗ്രിമെന്റ് കേരള ഗവൺമെന്റ് വെച്ചിട്ടുണ്ടോ? എഗ്രിമെന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തണം എന്നാണ് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ഇതാണ് കാര്യം. അതിപ്പോ 100-ലധികം സ്ഥലത്ത് വിള്ളൽ. ഇനി അടുത്ത മഴയിൽ വീണ്ടും വിള്ളൽ വരും. അശാസ്ത്രീയമായ നിർമ്മിതികളാണ്. എന്താണ് സംസ്ഥാനത്തെ പൊതുമരാമത്ത് വകുപ്പ് അവകാശപ്പെട്ടിരുന്നത്? ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്, ഞങ്ങൾ പരിശോധിക്കുകയാണ്, ഞങ്ങൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടേതാണ് ഈ റോഡ് എന്ന് അവകാശപ്പെട്ടവർ ഈ വിള്ളൽ വീണപ്പോൾ എവിടെ പോയി ഒരു കാണാനില്ലല്ലോ, ഒരു അവകാശവാദം ഇല്ലല്ലോ.
ഇപ്പൊ റീലെടുക്കുന്നത് വിള്ളൽ വീണ സ്ഥലത്ത് പോയിട്ട് റീലെടുത്താൽ കുറെ കൂടെ നന്നായിരിക്കും. രണ്ടാമത്തെ കാര്യം പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയാണ്. എല്ലാവർക്കും അറിയാം, 4000 പേജുള്ള പാരിസ്ഥിതിക പഠന റിപ്പോർട്ട് ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. 4000 പേജ് പാരിസ്ഥിതിക പഠനം നടത്തി, അതിന് അംഗീകാരം മേടിച്ചു. അംഗീകാരം കിട്ടി 24 മണിക്കൂറിനകം ഗ്ലോബൽ ടെൻഡർ ഇട്ടു. ആ ഗ്ലോബൽ ടെൻഡർ അംഗീകരിച്ച് പദ്ധതിയായി. 90% സ്ഥലം ഏറ്റെടുത്തു കൊടുത്തു വിഴിഞ്ഞം പദ്ധതിയുടെ. എത്രയാണ്? 646 കോടി ചെലവാക്കി മുഴുവൻ പദ്ധതിയുടെ സ്ഥലം, വിഴിഞ്ഞം പദ്ധതിയുടെ സ്ഥലം മുഴുവൻ ഇട്ടു കൊടുത്തു. 1000 ദിവസത്തിനകം നിർമ്മാണ പ്രവർത്തനം തീർക്കാനുള്ള കൗണ്ട് ഡൗൺ ആരംഭിച്ചു. പണി തുടങ്ങി ഉമ്മൻചാണ്ടിയുടെ കാലത്ത്. 2019 തീരേണ്ട ആ പദ്ധതി 2025 വൈകിച്ചു എന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ ക്രെഡിറ്റ്. അപ്പൊ 2 കാര്യങ്ങളാണ് പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശവാദങ്ങൾ. 2 എട്ടുകാലി മമ്മൂഞ്ഞാണ് രണ്ടിലും. എല്ലാവർക്കും അറിയാം. ഹൈവേയുടെ കാര്യം ഇപ്പൊ ഇട്ടിട്ട് ഓടി ഞങ്ങൾക്ക് ഒരു കാര്യമില്ല, ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല എന്നിപ്പോ പറഞ്ഞു തുടങ്ങി. കാരണം ഇനിയും വീഴും. ഞാൻ ഒറ്റ ചോദ്യം, ഉമ്മൻചാണ്ടി സർക്കാർ പണിതൊരു പാലത്തിന്റെ ടാറിംഗ് പണി പൂർത്തിയാക്കിയത് പിണറായി സർക്കാരാണ്. പാലാരിവട്ടം പാലത്തിന്റെ ആ പാലം തകർന്നു വീണില്ല. ഒരു റിപ്പോർട്ടിൽ നിർമ്മാണത്തിന് ചില അപാകതകളുണ്ടെന്ന് പറഞ്ഞു. ഇത്രയല്ലോ പറഞ്ഞു. എന്തായിരുന്നു ഭൂകമ്പം? ഇതുപോലെ തകർന്നു വീണ പാലാരിവട്ടം പാലം പഞ്ചവടി പാലമാണ്, അഴിമതിയാണ്. അന്നത്തെ മന്ത്രിയെ ആ പാലം പണിതതിന്റെ പേരിൽ വിജിലൻസ് കേസിൽ പ്രതിയാക്കി. ഇപ്പൊ ഇവർക്ക് പരാതിയൊന്നുമില്ലല്ലോ അല്ലേ? ഇപ്പൊ ഈ 100-ലധികം സ്ഥലത്ത് വിള്ളൽ വീണ് നിർമ്മിതികൾ തകർന്നു വീഴുമ്പോഴും ഒരു പരാതിയും NHAയെ പറ്റിയും കേന്ദ്ര ഗവൺമെന്റിനെ പറ്റിയും സംസ്ഥാന സർക്കാരിന് ഇല്ല. മനസ്സിലായിക്കൊള്ളാം. ഒരു നിർമ്മാണത്തിൽ അപാകത ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴാണ്, ഒരു റിപ്പോർട്ടിന്റെ പുറത്താണ് വിജിലൻസ് കേസെടുത്തത് മന്ത്രിക്കെതിരായി. രാഷ്ട്രീയ പ്രചരണം സംസ്ഥാന വ്യാപകമായി നടത്തി ഇല്ലേ? എന്നിട്ടിപ്പോ ഇത് മുഴുവൻ തകർന്നു വീഴുമ്പോൾ ഈ ഗവൺമെന്റിന് ഒരു പരാതിയില്ല. പിന്നെ ഏത് കാര്യത്തിലാണ്? ഇപ്പൊ K-ഫോൺ ഇതിൽ പ്രോഗ്രസ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, 2017 തുടങ്ങി 2019 അവസാനിപ്പിച്ച് 20 ലക്ഷം പേർക്ക് കണക്ഷൻ കൊടുക്കും എന്നാണ് പറഞ്ഞത്. ഫ്രീ ഇന്റർനെറ്റ് കണക്ഷൻ. എത്ര പേർക്കാണ് കൊടുത്തതെന്നറിയാം? എത്ര കുടുംബങ്ങൾക്ക് കൊടുത്തതെന്നറിയാം? ഇതുവരെ 6000 ചില്ലം കുടുംബങ്ങൾക്ക് മാത്രം ആകെ കൊടുത്തു. ഇതുവരെ കണക്ഷൻ കൊടുത്തു. 20 ലക്ഷം 19 കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് 25 പിന്നെ ഫ്രീ ഇന്റർനെറ്റ് ആണ് ഇപ്പോൾ ഒക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് കൊടുത്തത് മുഴുവൻ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ തന്നെ BSNL 150 രൂപ കൊടുത്താൽ കിട്ടും, ഫ്രീ ഇന്റർനെറ്റ് സൗകര്യം കിട്ടും. ഗവൺമെന്റ് ഓഫീസുകളിലേക്ക് BSNL നിന്ന് എടുക്കുക. ഇപ്പൊ സർക്കാർ എന്ത് ചെയ്യണത്? സർക്കാർ K-ഫോണിലേക്ക് BSNL നിന്ന് എടുക്കും, എന്നിട്ട് സർക്കാർ ഓഫീസിലേക്ക് കണക്ഷൻ കൊടുക്കും. എന്നിട്ട് നിങ്ങൾ BSNL കാശ് കൊടുക്കാം, സർക്കാരിലേക്ക് കാശ് കൊടുക്കാൻ പറയും. സർക്കാർ ആ കാശ് BSNL കൊടുക്കും. ഇത് നമുക്ക് നേരിട്ടെടുക്കാം BSNL കണക്ഷൻ സർക്കാർ ഓഫീസുകൾക്കും സ്കൂളുകൾക്കും. ഇതാണ് K-ഫോണിന്റെ കാര്യം.